അഖില ലോക രക്ഷകനായ അള്ളാഹുവിന് 1000 സ്തുതികൾ നിറഞ്ഞ സ്തോത്രങ്ങളും ഇന്നും എന്നും എന്നേക്കും. ഈ പ്രപഞ്ച പ്രകൃതി ശക്തിയും മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അള്ളാഹു അവന്റെ സൃഷ്ടികളും അടിമകളുമായ മനുഷ്യർക്ക് മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും സൃഷ്ടികർത്താവുമായ അള്ളാഹുവിനെ വിവരിച്ചുള്ള അറിവുകളും അള്ളാഹുവിന് മനുഷ്യർ ചെയ്യേണ്ടതായ നമസ്കാര സ്തുതി പ്രാർത്ഥനകളും പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അള്ളാഹു യഥാർത്ഥ മഹർഷി ഔലിയാക്കളുടെ നേതാവും മഹദി ഇമാമുമായ വലിയിനെ തീരുമാനിക്കുകയും ചെയ്തു. മലബാർ മഹദി ഇമാമായ വലി സർവശക്തനായ അള്ളാഹുവിനെ മാത്രം സ്തുതിച്ചു വണങ്ങാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ബാങ്ക് നമസ്കാരങ്ങൾ മലയാളത്തിൽ മല പോലെ മധുരത്തിൽ ചെയ്ത് മനഃശാന്തി അടയുക. അള്ളാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങി നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. സർവശക്തനായ അള്ളാഹുവിനെ മാത്രം സ്തുതിച്ചു വണങ്ങുന്ന നമസ്കാര പ്രാർത്ഥനകളാണ് ഇവകൾ. ഇത് കേൾക്കുന്നവർ ഇതുപോലെ ചൊല്ലി പ്രാർത്ഥിക്കുക. ഹഖീഖത്തുൽ ഇസ്ലാം, യഥാർത്ഥ സത്യവിശ്വാസികളായ സൂഫിയാക്കളുടെ ബാങ്ക് നമസ്കാര പ്രാർത്ഥനകൾ. ബാങ്ക് മനുഷ്യവംശങ്ങളെ ഈ പ്രപഞ്ച ശക്തിയെ സ്നേഹിച്ച് ബഹുമാനിച്ചുകൊണ്ടാണ് അല്ലാ എന്ന മഹത്തായ തിരുവചനം ഉപയോഗിക്കുന്നത്. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങി മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങി നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. സർവശക്തനായ അല്ലാഹുവേ, സർവസ്തുതിയും നിനക്കാവുന്നു. ഇന്നും എന്നും എന്നേക്കും ഈ ശബ്ദം കേൾക്കുന്നത് മുതൽ തീരുന്നതുവരെ ഈ സ്തുതി ചൊല്ലുക. അല്ലാഹു ഏറ്റവും വലിയ മഹാനും അപാര ശക്തനുമാണെന്ന് ഉറച്ച് വിശ്വസിക്കണേ. അല്ലാഹു സൃഷ്ടികർത്താവും സംരക്ഷകനുമാണെന്ന് ഉറച്ച് വിശ്വസിക്കണേ. മനുഷ്യർക്ക് നബി ദൂതന്മാർ ആദം ഹവ്വകൾ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിക്കണേ. ആദം ഹവ്വയല്ലാതെ മനുഷ്യർക്ക് നബി ദൂതന്മാർ മറ്റാരുമേ ഇല്ല എന്ന് ഉറച്ച് വിശ്വസിക്കണേ. അള്ളാഹു ആദ്യ മനുഷ്യരായ ആദം ഹവ്വയെ സൃഷ്ടിച്ച് പരിപാലിച്ചവരാണെന്ന് ഉറച്ച് വിശ്വസിക്കണേ. അള്ളാഹു ആദം ഹവ്വയെ കൊണ്ട് മനുഷ്യരെ പ്രസവിച്ച് വളർത്തിപ്പിച്ചവനാണെന്ന് ഉറച്ച് വിശ്വസിക്കണേ. ആദം ഹവ്വ മനുഷ്യരെ പ്രസവിച്ച് വളർത്തിയവരാണെന്ന് ഉറച്ചു വിശ്വസിക്കണേ. ആദം ഹവ്വ മനുഷ്യർക്ക് നല്ലതിനെയും കെട്ടതിനെയും വേർതിരിച്ച് പഠിപ്പിച്ചവരാണെന്ന് ഉറച്ച് വിശ്വസിക്കണേ. ആദം ഹവ്വ മനുഷ്യരെ പഠിപ്പിച്ചത് മുഴുവൻ സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കണേ. ആദം ഹവ്വ മനുഷ്യരെ പഠിപ്പിച്ചത് സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങി നമസ്കരിക്കാനാണെന്ന് ഉറച്ചു വിശ്വസിക്കണേ. മനുഷ്യവംശങ്ങൾക്ക് സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കാൻ വിശ്വസിക്കപ്പെട്ടത് സർവശക്തനായ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കണേ. മനുഷ്യവംശങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകുന്നവൻ മനുഷ്യരുടെ സൃഷ്ടികർത്താവായ അള്ളാഹുവാണെന്ന് ഉറച്ചു വിശ്വസിക്കണേ. അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങി നമസ്കരിക്കാൻ മനുഷ്യർ നിർബന്ധിതരാണെന്ന് ഉറച്ചു വിശ്വസിക്കണേ. മനുഷ്യരെ, ഈ സമയം നമസ്കാര സമയമാണ്. ഈ സമയം നിങ്ങൾ പാഴാക്കരുതേ. മനുഷ്യരെ, ഈ സമയം പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ലഭിക്കുന്ന സമയമാണ്. അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങി പ്രാർത്ഥിക്കുവിൻ. മനുഷ്യരെ, ഈ സമയം നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ച് വണങ്ങി നമസ്കരിച്ച് പ്രാർത്ഥിക്കുവാൻ മടി കാണിക്കരുതേ. മനുഷ്യരെ, ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കാതെ നിഷേധിച്ച് തള്ളിക്കളയരുതേ. മനുഷ്യരെ, ഈ സമയം നിങ്ങൾ പാഴാക്കിയാൽ കാലാകാലം ഖേദിച്ച് കരയേണ്ടി വരും. അള്ളാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. സർവശക്തനായ അള്ളാഹുവേ, സർവസ്തുതിയും നിനക്കാവുന്നു, ഇന്നും എന്നും എന്നേക്കും. അള്ളാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവേ, നിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. മനുഷ്യരടക്കം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിലേക്ക് എന്റെ മുഖത്തിനെയും ആത്മാവിനെയും തിരിച്ചു. ഞാൻ സത്യവാനും സത്യവിശ്വാസിയുമാണ്, സത്യമായ പ്രവൃത്തികൾ ചെയ്യുന്നവനുമാണ്. അള്ളാഹുവേ, നിനക്ക് അനുസരണയുള്ളവനുമാണ്. ഞാൻ സത്യനിഷേധികളിൽപ്പെട്ടവനല്ല. നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ ആരാധനകളും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം ലോകരക്ഷിതാവായ അള്ളാഹുവേ നിനക്കുള്ളതാകുന്നു. അള്ളാഹുവേ, നീ എന്നെ സത്യവിശ്വാസിയാക്കണേ. അഖില ലോക സംരക്ഷകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാകുന്നു.
ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവസാനം പ്രതിഫലം നൽകുന്നവനുമാണ്. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ആവശ്യപ്പെടുന്നു. ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാണിത്. ദുർമാർഗികളും നിന്റെ ശിക്ഷയ്ക്കും ശാപത്തിനും ഇരയായവരുടെയും അല്ലാത്ത സജ്ജനങ്ങളുടെ മാർഗത്തിൽ നീ ചേർക്കണമേ. ഇരുലോകത്തും സുഖമായി ജീവിപ്പിക്കണമേ. സർവ്വലോകരക്ഷകനായ അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയ മഹാൻ. സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കുവാൻ സർവശക്തനായ അല്ലാഹുവേ, നീ തന്നെയാണ്. സർവാധിപനായ അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ പ്രപഞ്ച പ്രകൃതി ശക്തിയും ഇരുലോക സൃഷ്ടികർത്താവുമായ അല്ലാഹുവേ, നിനക്ക് തന്നെയാണ്. എല്ലാ സ്തോത്രങ്ങളും നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കുമായി രാജാതിരാജനായ അല്ലാഹുവേ, നീയാണ് രക്ഷിക്കുന്നവൻ. ഇഹലോകത്തും പരലോകത്തും എന്നെ രക്ഷിക്കണമേ. അല്ലാഹുവേ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നീയാണ് രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവൻ. എന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ, നീയാണ് കരുണ ചെയ്യുന്നവൻ. എനിക്ക് നീ കരുണ ചെയ്യണമേ. കനിവുള്ളവനായ അല്ലാഹുവേ, നീയാണ് സുഖമായി ജീവിപ്പിക്കുന്നവൻ. അല്ലാഹുവേ, ഇഹലോകത്തും പരലോകത്തും എന്നെ സുഖമായി ജീവിപ്പിക്കണമേ. എന്നെന്നും ജീവിക്കുന്നവനായ അല്ലാഹുവേ, നീയാണ് സ്വർഗത്തിൽ കടത്തി സന്തോഷിപ്പിക്കുന്നവൻ. എന്നെ കാലാകാല സ്വർഗത്തിൽ കിടത്തി സന്തോഷിപ്പിക്കണമേ. പരിശുദ്ധവാനായ അല്ലാഹുവേ, നീയാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ. എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. മഹദി ഇമാം സൂഫിയാക്കൾക്ക് പഠിപ്പിക്കുന്ന നമസ്കാരം. ഹു അല്ലാഹു സുബ്ഹാനല്ലാ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി പിശാചുകളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി നിന്റെ തിരുനാമത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ആദം നമസ്കാരത്തിന് വിളിച്ച വിളി. അല്ലാഹു ഏറ്റവും വലിയ മഹാനാണ്. സ്തുതിച്ചു വണങ്ങി ആരാധിക്കുവാൻ അർഹതപ്പെട്ടവർ അല്ലാഹുവാണ്. ആരാധിക്കുവാൻ അർഹതപ്പെട്ടവൻ അല്ലാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല. സൃഷ്ടികർത്താവ് അല്ലാഹുവാണ്. കീഴ്വണക്ക സാഷ്ടാംഗ നമസ്കാരങ്ങൾക്ക് അർഹതപ്പെട്ടവൻ അല്ലാഹുവാണ്. അല്ലാഹു ചെയ്തു തന്ന ഗുണത്തിന് നന്ദി പറയുവിൻ. അല്ലാഹുവിന് നന്ദി പറയുന്നതാണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത്. മനുഷ്യവർഗങ്ങളെ, നിങ്ങൾക്ക് ഗുണത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ വിജയത്തിലേക്ക് വേണ്ടിയും നമസ്കാരത്തിന് മുന്നോട്ട് വരുവിൻ. നമസ്കാരത്തിൽ ഗുണം ലഭിക്കുന്ന നമസ്കാരം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവനോട് പ്രാർത്ഥിക്കുവിൻ. മനുഷ്യവർഗങ്ങളെ, ഈ സമയം നമസ്കാരത്തിന്റെ സമയമാണ്. ഈ സമയം നിങ്ങൾ പാഴാക്കരുതേ. മനുഷ്യർ അല്ലാഹുവിനെ സ്തുതിച്ച് ആരാധിക്കുവാൻ നിർബന്ധിതരാണ്. അല്ലാഹു ഏറ്റവും വലിയ മഹാനാണ്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവിൻ. അല്ലാഹുവേ, നിന്നിലേക്ക് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു. നിന്നോട് പശ്ചാത്തപിക്കുന്നു. എന്റെ പാപങ്ങൾ പൊറുക്കണേ. എന്നെ ശപിച്ചുകൊണ്ട് ശിക്ഷിക്കരുതേ. എന്റെ പശ്ചാത്താപം സ്വീകരിക്കണേ. നിന്നെ ഞാൻ വെറുക്കുകയില്ല. നിന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കുകയുമില്ല. എന്നെ പിടിച്ച് ശിക്ഷിക്കല്ലേ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങുന്നു. നിനക്ക് നന്ദിയും പറയുന്നു. മനുഷ്യരെ, ഈ സമയം നമസ്കാര വണക്കം ചെയ്യാനുള്ള അംഗശുദ്ധീകരണം ചെയ്യാനുള്ള സമയമാണ്. 9 ദ്വാരങ്ങളും കൈകാലുകളും കണ്ണും മൂക്കും ചെവിയും മുഖവും തലയും കഴുകി വൃത്തിയാക്കുന്ന സമയം. ഇവകൾ ചൊല്ലി പ്രവർത്തിക്കുക. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി പിശാചുകളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി നിന്റെ തിരുനാമത്തിൽ എന്റെ അംഗങ്ങളെ ശുദ്ധിയാക്കുന്നു. 9 ദ്വാരങ്ങളും കൈകാലുകളും ശുദ്ധിയാക്കിയതിനു ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് കൈമലർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ അക്രമശിക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. എന്റെ നാവിനെയും വായിനെയും ഗുഹ്യസ്ഥാനങ്ങളെയും ശരീരത്തിനെയും പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് കാത്തു രക്ഷിക്കണേ. എന്റെ ആത്മാവിനെയും ശുദ്ധിയാക്കി തരണമേ. അല്ലാഹുവേ, ഈ പറയപ്പെട്ട എല്ലാ അംഗങ്ങളെയും പിശാചുക്കളുടെ ശത്രുതയിൽ നിന്നും ശിക്ഷയിൽ നിന്നും കാത്തു രക്ഷിക്കണേ. എന്റെ എല്ലാ അംഗങ്ങളെയും മഹാരോഗങ്ങളിൽ നിന്നും കാത്തു രക്ഷിക്കണേ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഒഴികെ ഒരാരാധ്യനും ഇല്ല. അഖിലലോക രക്ഷകനായ അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും. അല്ലാഹുവേ, എന്നെ പശ്ചാത്തപിക്കുന്നവരിലും പരിശുദ്ധി കൈക്കൊള്ളുന്നവരിലും നിന്റെ സദ്വൃത്തന്മാരിലും ഉൾപ്പെടുത്തണമേ. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. നീയല്ലാതെ ഒരു ആരാധ്യനും ഇല്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിന്നോട് ഞാൻ പാപമോചനത്തിന് അപേക്ഷിക്കുകയും നിന്നോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുന്നു. അല്ലാഹുവേ, നീ എന്നെ ഇഹത്തിലും പരത്തിലും രക്ഷിക്കുകയും നിന്റെ
ശിക്ഷ കൂടാതെ എന്നെ ഇഹലോകത്തും പരലോകത്തും സുഖമായി ജീവിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ. ഉടൻ നമസ്കരിക്കുക. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നീ ശപിക്കപ്പെട്ടതും എന്റെ ശത്രുവുമായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് ഞാൻ സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. എന്റെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനും എന്നെന്നും ജീവിക്കുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനുമായ അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. ഭൂമികളെയും ആകാശങ്ങളെയും ആകാശത്തുള്ള സൂര്യചന്ദ്ര നക്ഷത്രങ്ങളടക്കം ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സർവത്ര സൃഷ്ടികളെയും ശക്തികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും. അല്ലാഹുവേ, നീ കണ്ണില്ലാതെ കാണുന്നവനും ചെവിയില്ലാതെ കേൾക്കുന്നവനും വായില്ലാതെ സംസാരിക്കുന്നവനുമാണ്. എനിക്ക് കാണാൻ കണ്ണിനെയും കേൾക്കാൻ ചെവികളെയും സംസാരിക്കാൻ വായിനെയും തന്നുകൊണ്ട് എന്റെ മുഖത്തിനെ ഭംഗിയാക്കി തന്നു. നിന്നെ സ്തുതിക്കുന്നു. അല്ലാഹുവേ, നീ കൈയില്ലാതെ പ്രവർത്തിക്കുന്നവനും കാലുകളില്ലാതെ സഞ്ചരിക്കുന്നവനുമാണ്. എനിക്ക് പ്രവർത്തിക്കാൻ കൈകളെയും നടക്കുന്നതിന് കാലുകളെയും തന്നു. എന്റെ ശരീരാവയവങ്ങളെ ഭംഗിയാക്കി തന്നു. നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അല്ലാഹുവേ, എന്നെ നീ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിരുചികരമായ പഴവർഗ്ഗങ്ങളും പാൽവർഗ്ഗങ്ങളും ഭക്ഷണവർഗ്ഗങ്ങളും പാനീയങ്ങളും മറ്റും നൽകിക്കൊണ്ട് എന്നെ സുഖസന്തോഷത്തോടെ സംരക്ഷിക്കുന്നു. നിന്നെ ഞാൻ സ്തുതിക്കുന്നു. അല്ലാഹുവേ, നീ ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന ഒരു സൃഷ്ടിയുടെയും ശക്തിയുടെയും മനുഷ്യരുടെയും രൂപത്തിലും കോലത്തിലുമല്ല. നിന്നെ ഒരു സ്ത്രീയും പുരുഷനും പ്രസവിച്ചു വളർത്തിയതുമല്ല. നീ അപാര ശക്തനാണ്. നിന്റെ ശക്തമത്തായ കഴിവുകൊണ്ട് നീ തന്നെത്താൻ ഉണ്ടായതാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ നിന്നെ സ്തുതിച്ചു വണങ്ങുന്നു. അല്ലാഹുവേ, നീ ഐശ്വര്യങ്ങൾ നിറഞ്ഞവനും അന്തസ്സുള്ളവനും ഔദാര്യവാനുമാണ്. കീഴ്വണക്കത്തിനും സാഷ്ടാംഗ വണക്കങ്ങൾക്കും അർഹതപ്പെട്ടവൻ നീയാണ്. നീ അല്ലാതെ ഒരു സൃഷ്ടിയും ശക്തിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അല്ലാഹുവേ, നീ തന്നെയാണ് രാജാതിരാജൻ എന്ന ഉറച്ച വിശ്വാസത്തോടെ നിന്നെ സ്തുതിച്ചു വണങ്ങുന്നു. അല്ലാഹുവേ, നീ തന്നെയാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകുന്നവൻ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിനക്ക് സന്തോഷപ്പെട്ടതാക്കി സ്വീകരിച്ചുകൊണ്ട് നിന്റെ സുഖങ്ങൾ നിറഞ്ഞ സ്വർഗങ്ങൾ കൊണ്ട് എനിക്ക് പ്രതിഫലം ചെയ്യണമേ. അല്ലാഹുവേ, നീ പരിശുദ്ധവാനും സന്മാർഗത്തിൽ ചേർക്കുന്നവനുമാണ്. എന്നെ നീ സത്യവിശ്വാസിയാക്കുകയും പരിശുദ്ധവാനാക്കി സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, നിന്റെ രക്ഷയല്ലാതെ മറ്റൊരു സൃഷ്ടിയുടെയും ശക്തിയുടെയും രക്ഷ എനിക്ക് ഈ പ്രപഞ്ചത്തിലില്ല. എന്നെ രക്ഷിക്കണമേ. അല്ലാഹുവേ, നിന്റെ കരുണയല്ലാതെ മറ്റാരുടെയും കരുണ എനിക്കില്ല. എനിക്ക് നീ കരുണ ചെയ്യണമേ. അല്ലാഹുവേ, നിന്റെ സഹായമല്ലാതെ മറ്റാരുടെയും സഹായം എനിക്കില്ല. എന്നെ നീ സഹായിച്ച് സംരക്ഷിക്കണമേ. അല്ലാഹുവേ, നീയാണ് ആഹാരം നൽകുന്നവൻ. നിന്നെയാണ് ആരാധിച്ച് സ്തുതിച്ച് വണങ്ങേണ്ടത്. നിന്നെ മാത്രം ഞാൻ സ്തുതിച്ച് വണങ്ങുന്നു. അല്ലാഹുവേ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. നീയാണ് സന്മാർഗത്തിൽ ചേർക്കുന്നവൻ. എന്നെ നീ സന്മാർഗത്തിൽ ചേർക്കണമേ. അല്ലാഹുവേ, നിന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര സൃഷ്ടികളും ശക്തികളും ആശ്രയിക്കുന്നത്. അല്ലാഹുവേ, നിനക്ക് തുല്യമായത് ഈ ലോകത്ത് ഒന്നുമേയില്ല. അല്ലാഹുവേ, നിന്നെ തന്നെയാണ് ഞാനും ആശ്രയിക്കുന്നത്. എനിക്ക് ഇഹത്തിലും പരത്തിലും നന്മ പ്രദാനം ചെയ്യണമേ. ഇരുലോകത്തും എന്നെ സുഖമായി ജീവിപ്പിക്കണമേ. അല്ലാഹുവേ, നീയാണ് സഹായ സംരക്ഷണങ്ങൾ നൽകുന്നവൻ. നിന്റെ സഹായ സംരക്ഷണം അല്ലാതെ മറ്റാരുടെയും സഹായം എനിക്കില്ല. എന്നെ ഇപ്പോഴും എപ്പോഴും സഹായിക്കണമേ. അല്ലാഹുവേ, നീയാണ് ആഹാരം നൽകുന്നവൻ. എനിക്ക് വേണ്ടുന്ന ആഹാരം ഇപ്പോഴും എപ്പോഴും എന്നേക്കും നൽകണമേ. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പരാക്രമികളായ രൂപികളിൽ നിന്നും പരാക്രമികളായ പിശാചുക്കളിൽ നിന്നും ഇപ്പോഴും എപ്പോഴും എന്നെ രക്ഷിക്കണമേ. നിന്റെ കഠിനമായ ശിക്ഷകൾ കൂടാതെ എന്നെ കാലാകാലം സ്വർഗത്തിൽ കിടത്തി സന്തോഷിപ്പിക്കണമേ. അല്ലാഹുവേ, നീയാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കുമാറാവണേ. നെഞ്ചുറപ്പുണ്ടോ ഈ സത്യത്തിന്റെ മുന്നിൽ നിൽക്കാനും സത്യം പറയാനും പ്രവർത്തിക്കാനും? ഇവിടെ ജാതിമത രാഷ്ട്രീയ വിപ്ലവം, അനീതി, അനാചാര അക്രമങ്ങളും ഹരിജൻ ഗിരിജൻ എന്ന വേർതിരിവുകളും ഇല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദേവൻ. അവനാണ് ദേവലോക ദേവനായ അല്ലാഹു. ഇത് തന്നെയാണ് സത്യം. ഇത് തന്നെയാണ് സത്യമതം. ഇത് തന്നെയാണ് ഹഖീഖത്തുൽ ഇസ്ലാം. ഇവിടെ തന്നെയാണ് ശാന്തിയും സമാധാനവും. ഈ സത്യത്തിന്റെ മുന്നിൽ ധൈര്യധീരത നെഞ്ചുറപ്പോടെ നിന്ന് സത്യം പറയുകയും പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്യുക. ഇതാണ് നല്ലവരായ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. ഹഖീഖത്തിനുള്ള സൂഫിയാക്കളുടെ ബാങ്ക്.
അഊദു അല്ലാഹു മിനശ് ശൈത്വാനിർ റജീം. ബിസ്മി അല്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അൽഹംദു അല്ലാഹ്. ഈ ശബ്ദം അവസാനിക്കുന്നത് വരെ 100 പ്രാവശ്യം ഈ സ്തുതി ചൊല്ലുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അന്ന അല്ലാഹു സുബ്ഹാനല്ലാഹ്. അഷ്ഹദു അന്ന ആദം ഹവ്വ നബികൾ റസൂലല്ലാഹ്. അഷ്ഹദു അന്ന ഖാലിഖ് അല്ലാഹ്. അഷ്ഹദു അന്ന വലിയല്ലാഹ്. അഷ്ഹദു അന്ന ഹമീദ് അല്ലാഹ്. അസ്സലാത്തു ഖൈറും മിനല്ലാഹ്. ഹയ്യ അലസ്സലാത്ത് ഹയ്യ അലൽ ഫലാഹ്. ഖദ് ഖാമത്തിസ് സ്വലാത്ത്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അന്ന അൽഹംദു അല്ലാഹ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അൽഹംദു അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക വതബാരക ഇസ്മുക വതഅലാ ജദ്ദുക വലാ ഇലാഹ ഗൈറുക ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അൽഹംദു അല്ലാഹു റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد الله رب العالمين. رب اغفر لي آمين برحمتك يا أرحم الراحمين. ഈ പ്രാർത്ഥന അറബി ഭാഷയിലാണ്. അക്ഷരത്തെറ്റുകൾ വരാതെ സൂക്ഷിക്കുക. അറബി ഭാഷ അറിയുന്നവർ ചെല്ലുന്നത് കേട്ട് അവരോടൊപ്പം ചൊല്ലി പഠിക്കണം. വിമോചന മുന്നേറ്റം സൂഫിസം. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങിക്കൊണ്ട് ഇതാ പ്രാർത്ഥിക്കുന്നു. പെരും പാപിയാണ് ഞാൻ. എന്നുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതാക്കണേ. അല്ലാഹുവേ, പാപിയായ എന്നുടെ സങ്കടം കേൾക്കുമാറാകണേ. അല്ലാഹുവേ, എന്നുള്ളിൽ നിന്നോടുള്ള ഭക്തി ഉണ്ടാകുമാറാകണേ. അല്ലാഹുവേ, നിന്നോടുള്ള വൈരുദ്ധ്യം എന്നുള്ളിൽ നിന്നും തട്ടി നീക്കണേ. അല്ലാഹുവേ, നേർവഴിക്കെന്നെ കൊണ്ടുപോയിടണേ. അല്ലാഹുവേ, ദുഷ്ട സംസാര പ്രവൃത്തികൾ എന്നുള്ളിൽ നിന്നും തട്ടി നീക്കിടണേ. അല്ലാഹുവേ, നല്ല കാര്യങ്ങൾ ചെയ്തിടുവാൻ എന്നുള്ളിൽ തോന്നിക്കണേ. അല്ലാഹുവേ, നല്ല വാക്ക് ഓതിടുവാൻ എന്നുള്ളിൽ ത്രാണി ഉണ്ടാക്കണേ. അല്ലാഹുവേ, നിന്നോടുള്ള വിശ്വാസം എന്നുള്ളിൽ ഉറപ്പിച്ചു നിർത്തണേ. അല്ലാഹുവേ, നീയാണെന്റെ സംരക്ഷകൻ എന്നുള്ളിൽ ഉറപ്പിക്കണേ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചിടുവാൻ ഞാൻ നിർബന്ധിതനാണെന്ന് എന്നുള്ളിൽ തോന്നിപ്പിക്കണേ. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്കൊരു 1000 നന്ദി പറയുന്നു. അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും എന്നുമേ എന്നെ രക്ഷിക്കുമാറാകണേ. അല്ലാഹുവേ, കൃത്യമായി നിന്നെ വണങ്ങിയിടുവാൻ ശ്രദ്ധ ഉണ്ടാക്കണേ. അല്ലാഹുവേ, സത്യമായ പ്രവൃത്തികൾ ചെയ്തിടുവാൻ എന്നെ അനുഗ്രഹിക്കണേ. അല്ലാഹുവേ, ദുഷ്ടതകൾ നിറഞ്ഞ കഷ്ടങ്ങൾ എന്നിൽ നിന്നും തട്ടി നീക്കണേ. അല്ലാഹുവേ, ദുഷ്ടപിശാചുക്കളും പരാക്രമികളുമായ രൂപികളിൽ നിന്ന് രക്ഷിക്കണേ. അല്ലാഹുവേ, നീ കനിവ് കൊണ്ട് എന്നെ സുഖമായി ജീവിപ്പിക്കണേ. അല്ലാഹുവേ, നിന്നോടുള്ള ഭയഭക്തി സ്നേഹവിശ്വാസം എന്നിൽ നിലനിർത്തണേ. അല്ലാഹുവേ, ഇഹത്തിലും പരത്തിലും എന്നുമേ എന്നെ രക്ഷിക്കുമാറാക്കണേ. അല്ലാഹുവേ, ഇഹപരലോക സുഖജീവിതം നൽകണേ. അല്ലാഹുവേ, പെരും പാപിയും പാപദോഷിയുമായ എന്നുടെ പ്രാർത്ഥന സ്വീകരിക്കണേ. ഹയാത്ത്, ഹിദായത്ത്, ഹക്കീക്കത്തുൽ ഇസ്ലാം. മനുഷ്യരെ സത്യത്തിൽ കൂടി സന്മാർഗത്തിലാക്കുന്ന സത്യമതം. 7S വിമോചന മുന്നേറ്റം. പൊറുക്കപ്പെടാത്ത 7 വൻദോഷങ്ങളിൽ നിന്ന് പിന്മാറി നല്ലവരാകുക. ഹക്കീക്കത്തുൽ ഇസ്ലാം. തെരിയക്കത്ത്, നൂറാനിയത്ത്, പരിശുദ്ധ മതത്തിൽ മനുഷ്യരെ പരിശുദ്ധവാന്മാരാക്കുന്ന പരിശുദ്ധമായ സത്യ ഉപദേശങ്ങൾ, ശുദ്ധമായ തൗഹീദ്, പരിശുദ്ധമായ ജ്ഞാനസ്തുതി, പ്രാർത്ഥന, നമസ്കാരങ്ങൾ. ഹു അല്ലാഹു, സുബ്ഹാനല്ലാഹ്,
ആദം ഹവ്വ നബികൾ റസൂലല്ലാ. ഓം ശക്തി, ഓം സ്തുതി, ഓം സ്തോത്രം. ഉലകത്തിലെ മനുഷ്യവംശങ്ങളുടെ നേതാക്കൾ, പുണ്യവാന്മാരായ തിരുനബി ദൂതന്മാർ, ആദി മനുഷ്യരും ആദ്യ ദൂതന്മാരായ ആദം ഹവ്വയാണ്. യാ അല്ലാഹു സുബ്ഹാനല്ലാ. ആദി മനുഷ്യരും ആദി ദൂതന്മാരായ ആദം ഹവ്വ നബികൾ റസൂലല്ലാ. അല്ലാഹു സുബ്ഹാനല്ലാ. ആദം ഹവ്വ നബികൾ റസൂലല്ലാ. മനുഷ്യവംശങ്ങൾക്ക് സ്തുതിച്ചു വണങ്ങി നമസ്കരിക്കുവാൻ സർവശക്തനായ അള്ളാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടികളും രൂപ, വിഗ്രഹ, കുരിശ്, മഖ്ബറ, കലകളും ഇല്ല. ആദം ഹവ്വ അള്ളാഹുവിന്റെ ദൂതന്മാരായ നബികളാണ്. ആദം ഹവ്വയാണ് സർവശക്തനെ സ്നേഹിച്ചു ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു എന്ന തിരുവചനത്തിൽ സ്തുതിച്ചു വണങ്ങാൻ പഠിപ്പിച്ചതും. മനുഷ്യരും മറ്റും പ്രസവിച്ചു വളർത്തിയ മനുഷ്യർക്ക്, മനുഷ്യരും മറ്റും പ്രസവിച്ചു വളർത്താത്തവരാണ് നബിദൂതന്മാർ. മനുഷ്യരുടെ കൂട്ടത്തിൽ മനുഷ്യർക്ക് വിശ്വസിക്കുവാൻ വിശ്വാസമുള്ള പരിശുദ്ധവാന്മാർ ആദം ഹവ്വ മാത്രമേയുള്ളൂ. മനുഷ്യവംശങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് ആദം ഹവ്വ. മനുഷ്യവംശങ്ങൾക്ക് ആദം ഹവ്വയുടെ സത്യ ഉപദേശത്തെ നിഷേധിച്ച് പ്രവർത്തിക്കുവാൻ പറ്റുകയില്ല. ഇതാണ് സത്യം. ആദം ഹവ്വ എന്താണ് മനുഷ്യർക്ക് പഠിപ്പിച്ചത്? ഹു അല്ലാഹു സുബ്ഹാനല്ലാ. വരി പറയുന്നു, മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഹു അല്ലാഹു സുബ്ഹാനല്ലാ എന്ന സ്തുതിയെ എപ്പോഴും ജ്ഞാനിക്കുക. സംസാരത്തിൽ വായ കൊണ്ട് അള്ളാഹുവേ നീയാണ് എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നവൻ, നിന്നെയാണ് സ്തുതിക്കേണ്ടത്. അള്ളാഹുവേ നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. അള്ളാഹുവേ നിനക്കാണ് എല്ലാ സ്തോത്രങ്ങളും നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കും. അള്ളാഹുവേ നീയാണ് രക്ഷിക്കുന്നത്, ഇഹലോകത്തും പരലോകത്തും എന്നെ രക്ഷിക്കണേ. അള്ളാഹുവേ നീയാണ് സുഖമായി ജീവിപ്പിക്കുന്നവൻ, ഇഹലോകത്തും പരലോകത്തും എന്നെ സുഖമായി ജീവിപ്പിക്കണമേ. ഈ സ്തുതി പ്രാർത്ഥന എപ്പോഴും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ചൊല്ലുക. ഇതാണ് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നമസ്കാരം. ഇതിനെ നിഷേധിക്കുന്നവൻ മനുഷ്യരുടെ ശത്രുവായ കൊടിയ പിശാചാണ്. ഇതാണ് സത്യം. ഈ സത്യത്തിന്റെ മുന്നിൽ അണിനിരക്കാനും സത്യം പ്രവർത്തിച്ച് കാണിക്കാനും സത്യം പറയാനും നെഞ്ചുറപ്പുള്ളവരുണ്ടോ? നെഞ്ചുറപ്പും ധൈര്യവും ഉള്ളവരുണ്ടെങ്കിൽ ഈ സത്യത്തിന്റെ മുന്നിൽ നിന്ന് സത്യം പറഞ്ഞും പ്രവർത്തിച്ചും കാണിക്കുക. ഈ സത്യത്തിന്റെ മുന്നിൽ നിന്ന് സത്യം പറഞ്ഞും പ്രവർത്തിച്ചും കാണിക്കുക. ഈ സത്യത്തിന്റെ മുന്നിൽ നിന്ന് സത്യം പറഞ്ഞും പ്രവർത്തിച്ചും കാണിക്കുക. മനുഷ്യവംശങ്ങൾക്ക് നമസ്കാരം നിർബന്ധമാണ്. നമസ്കാരത്തിന്റെ പേരുകൾ പറഞ്ഞ് സത്യം അറിയാതെ ചെയ്യുന്നത് മുഴുവൻ നമസ്കാരമാണെന്ന് പറഞ്ഞ് നമസ്കാരത്തിന്റെ പേരിൽ പല തെറ്റുകൾ ചെയ്യരുത്. മനുഷ്യർക്ക് 1000 ഇരട്ടി ഗുണവും ശക്തിയുമുള്ള നമസ്കാരം ഇതാ. മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കാരം നിർബന്ധമാണ്. സർവത്ര മനുഷ്യവംശങ്ങൾക്ക് എന്തിനാണ് നമസ്കരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലുള്ള സർവത്ര സൃഷ്ടികളെക്കാൾ കൂടുതൽ അന്തസ്സും അറിവും ബുദ്ധിയും അനുഗ്രഹവും നൽകിക്കൊണ്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റുള്ള സൃഷ്ടികളെക്കാൾ സുഖസന്തോഷത്തോടെ സംരക്ഷിക്കുന്നു. സൃഷ്ടികർത്താവ് സൃഷ്ടിച്ചു പരിപാലിക്കുന്നതിന് പകരം അവൻ ചെയ്തു തന്ന ഗുണത്തിന് നന്ദി പറയലാണ് നമസ്കാരം. സൃഷ്ടികർത്താവിന്റെ ഭൂമിയിൽ അവൻ സൃഷ്ടിച്ച വെള്ളവും ഭക്ഷണവും കാറ്റും സൂര്യചന്ദ്ര നക്ഷത്ര പ്രകാശങ്ങളും മറ്റു സുഖ സന്തോഷങ്ങളും അനുഭവിച്ച് സുഖമായി ജീവിക്കുന്നതിന് പകരവും ജീവിതകാലം ഈ ലോകത്തുള്ള പലയിനം സൃഷ്ടികളുടെ അക്രമാശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും സുഖമായി ജീവിക്കാനും അതത് സമയത്തിനു വേണ്ടതായ ആഹാരവും ഉപയോഗ വസ്തുക്കളും അതാത് സമയത്ത് ലഭിക്കാൻ വേണ്ടി അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശരീരത്തിന് സുഖവും അംഗങ്ങൾക്ക് ആരോഗ്യബലവും പ്രവർത്തനശേഷിയും ലഭിക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും ശരീരത്തിൽ പിടിപെട്ട രോഗങ്ങൾ മാറാനും ഭക്ഷണത്തിനുള്ള ജോലികൾ ലഭിക്കാനും മറ്റും മനുഷ്യരുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയും ശാന്തിയും സമാധാനത്തോടെയുള്ള സുഖജീവിതവും സുഖമരണവും മരണശേഷം കാലാകാല സുഖജീവിതവും ലഭിക്കാൻ വേണ്ടിയും മരണശേഷം ഒരു ജോലിയും ചെയ്യാതെ കാലാകാലം സുഖജീവിതം ലഭിക്കാനും മനുഷ്യരുടെ ആത്മാവിനെ അന്തസ്സുള്ള മനുഷ്യരുടെ രൂപത്തിലും കോലത്തിലും മാറ്റി പ്രകാശിപ്പിച്ചെടുക്കാനാണ് നമസ്കാരം. ഇത്രയും ആവശ്യങ്ങൾ സർവത്ര മനുഷ്യർക്കും ആവശ്യമാണ്. മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വന്നത് ആകാശത്തിൽ വെച്ച് നരകശിക്ഷകൾ കണ്ടുകൊണ്ടും സ്വർഗീയ സുഖങ്ങൾ കണ്ടുകൊണ്ടും നരകശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗലോകത്ത് കിടന്ന് സുഖമായി ജീവിക്കാനും ആശിച്ചുകൊണ്ടാണ്. സ്വർഗത്തിൽ കടക്കണമെങ്കിൽ മനുഷ്യരുടെ ആത്മാവ് അന്തസ്സുള്ള മനുഷ്യരുടെ രൂപത്തിൽ പ്രകാശമുള്ള ആത്മാവിനെ സ്വർഗത്തിൽ കിടത്തുകയുള്ളൂ. സ്വർഗത്തിൽ കിടക്കാൻ ആത്മാവിനെ അന്തസ്സുള്ളതാക്കി പ്രകാശിപ്പിച്ചെടുക്കാനാണ് സർവത്ര മനുഷ്യരും ഭൂമിയിൽ വന്നിട്ടുള്ളത്. ഇത്രയും ആവശ്യം സർവത്ര മനുഷ്യർക്കും ഒരുപോലെയുള്ളതാണ്. ഇത്രയും ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയും നരകശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും കാലാകാലം സുഖജീവിതത്തിന് വേണ്ടിയും പ്രവർത്തിക്കുക. ഇത്രയും ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കണമെങ്കിൽ
മനുഷ്യരുടെ യഥാർത്ഥ മാതാവും പിതാവും ഗുരുനാഥനുമായ സൃഷ്ടികർത്താവായ അള്ളാഹുവിനെ സ്തുതിച്ച് ആരാധിക്കുക. അള്ളാഹുവിനെ മനുഷ്യരുടെ ഇത്രയും ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ കഴിയുകയുള്ളൂ. അള്ളാഹു മനുഷ്യരെ പല ജാതി മത രാഷ്ട്രീയക്കാരാക്കി സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യരുടെ ആദി പിതാവും ആദി ദൂതനുമായ ആദവും ആദി മാതാവായ ഹവ്വയും മനുഷ്യരെ പല ജാതി മത രാഷ്ട്രീയക്കാരാക്കിയിട്ടില്ല. അവരുടെ മക്കളും പേരമക്കളുമായ മനുഷ്യരെല്ലാം അവർക്ക് ഒന്നാണ്. ഒരു മനുഷ്യരും ശിക്ഷകൾ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ടവർ രസിക്കുന്നില്ല. വേദനപ്പെട്ട് സങ്കടപ്പെട്ട് കരയുകയാണ്. മനുഷ്യരെല്ലാം ഒരു സൃഷ്ടികർത്താവിന്റെ സൃഷ്ടികളും അടിമകളും മക്കളുമായ സഹോദര സഹോദരികളാണ്. ഒരു മാതാപിതാവിന്റെ സന്തതി പരമ്പരകളായ സഹോദരി സഹോദരന്മാരാണ്. ഒരു മനുഷ്യർ ശിക്ഷ അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് മറ്റു ജാതി മതത്തിൽപ്പെട്ട മനുഷ്യർ കണ്ടുകൊണ്ട് രസിക്കുന്നില്ല, സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത്. സർവത്ര മനുഷ്യരും മനുഷ്യരുടെ ശത്രുക്കൾ പിശാചുക്കളും മദ്യവും മയക്കുമരുന്നുകളുമാണ്. ഇവകൾ ഒഴിവാക്കിയാൽ മനുഷ്യർ നല്ലവരായിരിക്കും. സൂഫിയാക്കളായി സത്യത്തിൽ ജീവിക്കാനുള്ള തെരിയത്ത്. സൂഫിയാക്കളായി സത്യത്തിൽ ജീവിക്കാൻ തയ്യാറുള്ളവർ ആദ്യമായി ചെയ്യേണ്ടത് പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ചെയ്യുന്ന പ്രവൃത്തികളിൽ പിശാചുകൾക്ക് പങ്കു ചേർന്നുകൊണ്ട് വഴിതെറ്റിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ വഴിതെറ്റിപ്പോകുന്നത്. പിശാചിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും ശരീരശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയും അഗ്രചർമ്മം ചെയ്യുകയും സ്ത്രീ പുരുഷന്മാർ കാഷ്ടിച്ചാലും മൂത്രമൊഴിച്ചാലും അംഗശുദ്ധീകരണം ചെയ്യുകയും വേണം. ചെയ്യുന്ന എല്ലാ തെറ്റായ പ്രവൃത്തികളിൽ നിന്നും പിന്മാറി നിൽക്കുക. ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ശേഷം തെറ്റ് ചെയ്യാതിരിക്കുക. ആദ്യമായി ചെയ്യേണ്ട പ്രവൃത്തികൾ കുളിക്കുന്ന സമയം ചൊല്ലുക. അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ടതും എന്റെ ശത്രുവായ പിശാചിന്റെ ശിക്ഷയിൽ നിന്നും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സ്തുതിച്ചുകൊണ്ട് കൈ കഴുകുക, വായ കഴുകുക, മൂക്ക്, കണ്ണ് എന്നിവ ശുദ്ധിയാക്കുക. മുഖം കഴുകുക, ചെവി തടയുക, കൈകാലുകൾ മുട്ടുവരെ കഴുകുക എന്നിവ ഓരോന്നും ചെയ്യുമ്പോഴും മേലെ കൊടുത്ത പ്രാർത്ഥന ചൊല്ലുക. ശേഷം കാഷ്ടം തേക്കാത്ത വെള്ളയടിച്ച വൃത്തിയുള്ള മുറിയിൽ നിന്ന് വൃത്തിയുള്ള വസ്ത്രം ഉപയോഗിക്കുക. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമായ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. പശ്ചാത്തപിക്കുക. ഇടത് കൈ വലത് തോളിലും വലത് കൈ ഇടത് തോളിലും വെച്ചുകൊണ്ട് അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങി മാപ്പ് ചോദിക്കുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ച് വണങ്ങി മാപ്പ് ചോദിക്കുന്നു. എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുക. നിന്നും കൊണ്ടും കുനിഞ്ഞും കൊണ്ടും ശേഷം നിന്നുകൊണ്ടും ഇവ 10, 20, 30, 50, 100 എന്നിവ വഴിക്ക് വഴിയായി ചെയ്യുക. ഇവ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പാപങ്ങൾക്ക് പശ്ചാത്താപം ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാവണം ചെയ്യേണ്ടത്. ശേഷം പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നീ എന്നെ ശപിക്കപ്പെട്ടവരിലും ശപിച്ചുകൊണ്ട് ശിക്ഷിക്കുന്നവരിലും പെടുത്തരുത്. ഞാൻ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തിരിക്കുന്നു. എന്റെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് എന്റെ പാപങ്ങൾ പൊറുക്കണേ. അല്ലാഹുവേ, നീ എന്നെ ശപിച്ച് ശിക്ഷിക്കല്ലേ. അല്ലാഹുവേ, നീ എന്നെ പശ്ചാത്താപിക്കുന്നവരിലും പരിശുദ്ധന്മാരിലും ഉൾപ്പെടുത്തണേ. എന്നെ നീ സത്യവിശ്വാസിയാക്കി സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണേ. പറഞ്ഞുകൊണ്ട് ശേഷം പറയുക, അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിച്ചത് നിന്നെ സ്തുതിച്ചു വണങ്ങാൻ വേണ്ടിയാണ്. നിന്നെ സ്തുതിക്കാൻ നിന്നിലേക്ക് ഞാൻ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ, നീയാണ് ഏറ്റവും വലിയ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ കൈ രണ്ടും കൂട്ടിപ്പിടിക്കുക. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വണങ്ങുന്നു, നിനക്ക് നന്ദി പറയുന്നു, നിനക്കാണ് സ്തോത്രം എന്ന് പറയുക. ശേഷം കുനിഞ്ഞു നിൽക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക. ശേഷം നിൽക്കുക, അതുപോലെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ 25 പ്രാവശ്യം വീതം കുളി കഴിഞ്ഞ ശേഷം രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, എന്നെ നീ സത്യവിശ്വാസിയായും നിന്റെ നല്ലതായ സജ്ജനങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണമേ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങാനുള്ളതായ അനുഗ്രഹത്തെയും സന്മനസ്സിനെയും നീ നൽകണേ. എന്നെ സത്യവിശ്വാസിയാക്കി ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണേ. നിന്റെ കഠിന ശിക്ഷകൾ കൂടാതെ എന്നെ നീ സ്വർഗത്തിൽ കിടത്തണേ എന്ന് പ്രാർത്ഥിക്കുക. ഈ നമസ്കാര വണക്കം എന്നും ചെയ്യുക. കാഷ്ടിച്ചാലും മൂത്രമൊഴിച്ചാലും അംഗശുദ്ധീകരണം ചെയ്യുക. ശേഷം പുരുഷന്മാർ അഗ്രചർമ്മം ചെയ്തുകൊണ്ടും സ്ത്രീ പുരുഷന്മാർ സത്യത്തിലുള്ള എല്ലാ ആരാധനാ കർമ്മങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. സദാസമയം അല്ലാഹുവേ, നീ ശപിക്കപ്പെട്ടതും എന്റെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷയിൽ നിന്ന് നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ആരാധനയ്ക്ക് അർഹനുമില്ല. നീയാണ് സർവശക്തനും, നിനക്കാണ് സർവസ്തുതിയും.
എല്ലാ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലുക. ഈ പ്രാർത്ഥന സദാസമയം ചൊല്ലുക. പശ്ചാത്താപ നമസ്കാരം. പാപമോചനത്തിനു വേണ്ടിയുള്ള നമസ്കാരം. എല്ലാ തെറ്റുകളും ചെയ്തുകൊണ്ട് കാക്കയുടെയും കോഴിയുടെയും പ്രവൃത്തികൾ പോലെ ചെയ്തുകൊണ്ട് കാര്യമില്ല. അവനവൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പശ്ചാത്തപിച്ചു മടങ്ങണം. ഇരുലോക രക്ഷകനും സൃഷ്ടികർത്താവും ദേവലോക ദേവനും സർവശക്തനുമായ അള്ളാഹു രക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമാണ്. അവൻ ശിക്ഷിക്കുകയാണെങ്കിൽ യാതൊരു രക്ഷയുമില്ല. അവൻ തന്നെ മാപ്പ് നൽകണം. അവന്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി പശ്ചാത്തപിക്കണം. അവന് സന്തോഷമുള്ള വിധത്തിൽ അവനെ സ്തുതിച്ചു വണങ്ങി അവനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. ആരാധനയിൽ കൂടിയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. തെറ്റുകൾ ചെയ്യാൻ നടക്കുന്നതായ കാലുകളെ സമം വെച്ച് നിന്നുകൊണ്ട്, തെറ്റുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കൈയുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, വായിനോടും മൂക്ക് നെറ്റിയോടും ചേർത്ത് കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് തല കുനിഞ്ഞു നിന്ന് സ്തുതിച്ചു വണങ്ങി പശ്ചാത്തപിക്കുക. അല്ലാഹുവേ, എല്ലാ പാപങ്ങളും ചെയ്ത ശരീരാത്മാവിനെ നിന്റെ മുന്നിൽ കീഴ്വണക്കത്തിൽ നിർത്തിക്കൊണ്ട് നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ പാപങ്ങൾ നീ പുറത്തു തരേണമേ. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല. ശേഷം കുനിഞ്ഞു നിൽക്കുക, പ്രാർത്ഥിക്കുക. ശേഷം നിൽക്കുക, പ്രാർത്ഥിക്കുക. 5, 10, 25 എന്നീ വിധത്തിൽ ചെയ്തുകൊണ്ട് പശ്ചാത്തപിക്കുക. ശേഷം പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല. നിന്റെ രക്ഷയല്ലാതെ മറ്റാരുടെയും രക്ഷയില്ല. നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നീയല്ലാതെ ഒരു സൃഷ്ടിയും മറ്റൊരു ശക്തിയുമില്ല. അല്ലാഹുവേ, നിന്റെ കരുണ കൊണ്ട് എന്റെ പശ്ചാത്തലം സ്വീകരിച്ചുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണേ. ശേഷം നമസ്കാരം വണക്കം ചെയ്യുക. അല്ലാഹുവേ, നിനക്ക് നമസ്കാര വണക്കം ചെയ്യാൻ വേണ്ടി നിനക്ക് അനുസരണയുള്ളവനായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി അല്ലാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ കൂട്ടിപ്പിടിക്കുക. അല്ലാഹുവേ, നിനക്ക് സാഷ്ടാംഗം ചെയ്യുന്ന കീഴ്വണക്ക നമസ്കാരം ചെയ്യാൻ വേണ്ടി നിന്റെ മുന്നിൽ ഞാനിതാ നിൽക്കുന്നു. നിനക്ക് നന്ദി പറയുന്നു. നിന്നെ ആദരിക്കുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. നിനക്കാണ് സർവസ്തുതികളും. ശേഷം കുനിയുക. ശേഷം നിൽക്കുക. ഇങ്ങനെ 25 പ്രാവശ്യം ചെയ്യുക. ശേഷം പ്രാർത്ഥിക്കുക. അല്ലാഹുവേ, നീയാണ് ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സർവത്ര സൃഷ്ടികളെയും ശക്തികളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അല്ലാഹുവേ, നീയാണ് സഹായിക്കുന്നവൻ. നീ എന്നെ സഹായിക്കണേ. നീയാണ് എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൻ. എനിക്ക് വരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണേ. അല്ലാഹുവേ, നീയാണ് ആഹാരം നൽകുന്നവൻ. നിനക്ക് ഞാൻ നന്ദി പറയുന്നു. അല്ലാഹുവേ, നീയാണ് അനുഗ്രഹിക്കുന്നവൻ. നിന്റെ വലിയ മാർഗങ്ങളെയും പ്രവാചകന്മാരെയും അനുഗ്രഹിച്ചതുപോലെ നീ എന്നെയും അനുഗ്രഹിക്കണേ. നിന്റെ ശിക്ഷകൾ കൂടാതെ നീ എന്നെ സ്വർഗത്തിൽ കടത്തണേ. പശ്ചാത്താപ നമസ്കാരത്തിന് ശേഷം ക്രമപ്രകാരം പ്രവർത്തിക്കുക. ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ അല്ലാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറയണം. നമസ്കാരത്തിന് നൽകേണ്ടത് കാഷ്ടം തേക്കാത്തതും വൃത്തിയുള്ള സ്ഥലത്തും വൃത്തിയുള്ള വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടും കുളിച്ച് വൃത്തിയായതോടുകൂടിയായിരിക്കണം. സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖം തിരിച്ചുകൊണ്ടാണ് നിൽക്കേണ്ടത്. മറ്റൊരു രൂപങ്ങളെയും കോലങ്ങളെയും മുന്നിൽ വെച്ചുകൊണ്ടും നിൽക്കരുത്. ഭയഭക്തിയോടെ പ്രവർത്തിക്കണം. കാഷ്ടിച്ചാലും മൂത്രമൊഴിച്ചാലും കഴുകി വൃത്തിയാക്കുകയും വേണം. പുരുഷന്മാർ അഗ്രചർമ്മം ചെയ്തുകൊണ്ടാണ് ഈ ആരാധനകൾ കൂടുതലും ചെയ്യേണ്ടത്. അഗ്രചർമ്മം ചെയ്യാതെ കണ്ട് വല്ലവരും അള്ളാഹുവിന്റെ അനുഗ്രഹം ആശിച്ചുകൊണ്ട് ഈ ആരാധന ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായും കാഷ്ടിച്ചാലും മൂത്രമൊഴിച്ചാലും അംഗശുദ്ധീകരണം ചെയ്യണം. ഈ ആരാധന തുടർച്ചയായി ചെയ്യുമ്പോൾ സത്യത്തിലുള്ള നിയമപ്രകാരം എല്ലാ പ്രവൃത്തികളും ചെയ്യണം. നോമ്പ് പിടിക്കുന്നവർ 1-ാം നമ്പർ നമസ്കാരം 7 പ്രാവശ്യവും 2-ാം നമ്പർ നമസ്കാരം 8 പ്രാവശ്യവും രാത്രിയോ പകലോ ഒറ്റയായി ചെയ്താൽ തറാവീഹ് എന്ന സുന്നത്ത് നമസ്കാരത്തേക്കാൾ 100 ഇരട്ടി ഗുണം ലഭിക്കുന്നതാണ്. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി നീ ശപിച്ചതും മനുഷ്യരുടെ ശത്രുവായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ആരാധിക്കാൻ അർഹതപ്പെട്ടവൻ അല്ലാഹുവേ നീയാണെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി അല്ലാഹുവേ നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കും. ശേഷം നമസ്കാര പ്രവർത്തനങ്ങൾ ചെയ്യുക. എല്ലാ പ്രവൃത്തികളിലും ഈ ദിക്ർ എന്ന സ്തുതിയെ ചൊല്ലുക. 6 നമസ്കാര പ്രവർത്തനങ്ങളിലും 6 പ്രാവശ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലും ഇവകൾ ചൊല്ലി നമസ്കരിച്ചതിനു ശേഷമുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ആദം ഹവ്വ സർവശക്തന് ആദ്യകാലം ചെയ്ത നമസ്കാരം
സത്യത്തിൽ മനുഷ്യർ എല്ലാവരും ചെയ്യേണ്ടതായ നമസ്കാരം ഇതാണ്. ആദം ഹവ്വ സർവശക്തന് ആദ്യകാലം ചെയ്ത നമസ്കാരം. സത്യത്തിൽ മനുഷ്യർ എല്ലാവരും ചെയ്യേണ്ടതായ നമസ്കാരം ഇതാണ്. ഒന്നാം റക്അത്തിൽ കൈകൾ രണ്ടും തലയുടെ മുകളിൽ ഉയർത്തി കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ശേഷം കുനിയുക, ശേഷം നിൽക്കുക, ശേഷം ശരണമടയുക, ശേഷം ഇരിക്കുക. ഇവകളിലെല്ലാം പ്രാർത്ഥിക്കുക. രണ്ടാം റക്അത്തിൽ കൈകൾ നെറ്റിയിൽ കൂട്ടിപ്പിടിക്കുക. മുൻപ് പറഞ്ഞതുപോലെ കുനിയുക, നിൽക്കുക, ശരണമടയുക, ഇരിക്കുക. ഇവകളിലെല്ലാം പ്രാർത്ഥിക്കുക. മൂന്നാം റക്അത്തിൽ കൈകൾ കൂട്ടിപ്പിടിച്ച് നെഞ്ചിൽ വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആവർത്തിക്കുക. നാലാം റക്അത്തിൽ കൈകൾ വയറ്റിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. അഞ്ചാം റക്അത്തിൽ കൈകൾ പുക്കളിന് താഴെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുനിയുക, നിൽക്കുക, ശരണമടയുക, ശേഷം ഇരിക്കുക. ഇവകളിലെല്ലാം പ്രാർത്ഥിക്കുക. ആറാം റക്അത്തിൽ വയറിന് മുകളിലായി കൈകൾ രണ്ടും ചേർത്ത് പിടിക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ റക്അത്തിലും ചെയ്യുക. നമസ്കാര ശേഷമുള്ള സൂഫിയാക്കളുടെ പ്രാർത്ഥന. മഹർഷി ഔലിയാക്കളുടെ പരിപൂർണ സത്യമായ തൗഹീദ് തരീഖത്ത് നൂറാനിയത്ത്, നൂറുൽ ഇസ്ലാം 100-100, നൂറുൽ ഈമാൻ 100-100, നൂറാനിയത്ത് 100-100, തരീഖത്ത് നൂറാനിയത്ത്, സത്യവിശ്വാസികൾ സദാസമയം ചെല്ലേണ്ടതായ ദിക്ർ എന്ന സ്തുതി പ്രാർത്ഥനകൾ. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി നീ ശപിച്ചതും മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി നിന്റെ തിരുനാമത്തിൽ ഞാൻ തുടങ്ങുന്നു. സർവസ്തുതിയും സർവശക്തനായ അല്ലാഹുവേ നിനക്കാവുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. അല്ലാഹുവേ, നിനക്കാണ് എല്ലാ സ്തോത്രങ്ങളും നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കും. ശേഷം നമസ്കാര പ്രവർത്തനങ്ങൾ ചെയ്യുക. എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ദിക്ർ എന്ന സ്തുതിയെ ചൊല്ലുക. നമസ്കാരം കഴിഞ്ഞതിനു ശേഷം ഇരുത്തത്തിൽ സ്തുതിയോടൊപ്പം ഈ പ്രാർത്ഥന ചൊല്ലുക. സർവസ്തുതിയും സർവശക്തനായ അല്ലാഹുവേ നിനക്കാകുന്നു. അല്ലാഹുവേ, നീ കാരുണ്യവാനും കരുണകൾ നിറഞ്ഞവനുമാണ്. അല്ലാഹുവേ, നീ രാജാവും ഇരുലോക രക്ഷകനുമാണ്. അല്ലാഹുവേ, നീ പരിശുദ്ധനും മഹത്വങ്ങൾ നിറഞ്ഞവനുമാണ്. അല്ലാഹുവേ, നീ ഗുണങ്ങൾ നിറഞ്ഞവനും ഗുണം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്നോട് ഞാൻ സഹായം ചോദിക്കുന്നു. നീ എന്നെ സന്മാർഗത്തിൽ ചേർക്കണേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ ചേർക്കണേ. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ സന്മാർഗമാണിത്. അല്ലാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ സന്മാർഗത്തിൽ നിന്റെ കരുണാനുഗ്രഹം കൊണ്ട് എനിക്ക് കരുണ ചെയ്ത് എന്നെയും ചേർക്കണമേ. അല്ലാഹുവേ, ദുർമാർഗത്തിലും നീ ശപിച്ചുകൊണ്ട് ശിക്ഷിക്കുന്നവരുടെ മാർഗത്തിലും എന്നെ ചേർക്കരുതേ. അല്ലാഹുവേ, നീയാണ് പ്രവർത്തനങ്ങൾക്ക് അവസാനം പ്രതിഫലം ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിനക്ക് തൃപ്തിപ്പെട്ടതും സന്തോഷമാക്കി സ്വീകരിച്ച് സുഖങ്ങൾ നിറഞ്ഞ സ്വർഗം കൊണ്ട് എനിക്ക് നീ പ്രതിഫലം നൽകണമേ. അല്ലാഹുവേ, എനിക്ക് വേണ്ടുന്നതായ ആഹാരം ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നും എന്നേക്കും നൽകണമേ. അല്ലാഹുവേ, എനിക്ക് ശാന്തിയും സമാധാനത്തോടെയുള്ള സുഖജീവിതവും സുഖമരണവും മരണശേഷം കാലാകാലം സ്വർഗീയ സുഖജീവിതവും നൽകണമേ. അല്ലാഹുവേ, എന്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. അംഗശുദ്ധീകരണം. ഹഖീഖത്തിന്റെ ശരീഅത്തിന്റെ തരീഖത്ത് നമസ്കാരം. ആദവും ഹവ്വയും ചെയ്ത് പഠിപ്പിച്ച അംഗശുദ്ധീകരണം നടത്തുമ്പോൾ ഇതുപോലെ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. വുളു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അല്ലാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങിക്കൊണ്ട് നിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അല്ലാഹുവേ, ചെറിയതും വലിയതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി എന്റെ അംഗങ്ങളെ ഞാൻ ശുദ്ധിയാക്കുന്നു. 1. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കൈകളെ ഞാൻ ശുദ്ധിയാക്കുന്നു എന്ന് പറഞ്ഞ് കൈ രണ്ടും കഴുകുക. 2. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കണ്ണും മൂക്കും ഞാൻ ശുദ്ധിയാക്കുന്നു. 3. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ വായ ഞാൻ ശുദ്ധിയാക്കുന്നു. 4. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ മുഖം ഞാൻ കഴുകുന്നു. വലത് ചെവി മുതൽ ഇടത് ചെവി വരേക്കും നീളത്തിൽ തലമുടി മുളയ്ക്കുന്ന സ്ഥലം മുതൽ തൊണ്ട വരെയും കഴുകുക. 5. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കൈകൾ ഞാൻ ശുദ്ധിയാക്കുന്നു. മുട്ടുവരെ ശുദ്ധിയാക്കുക. 6. അല്ലാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ ചെവി ഞാൻ ശുദ്ധിയാക്കുന്നു. ചെവി ഉള്ളും പുറവും തടവുക.
7. അള്ളാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ തല ഞാൻ ശുദ്ധിയാക്കുന്നു. തല മുഴുവൻ തടയുക. 8. അള്ളാഹുവേ, എന്റെ ശത്രുക്കളായ പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്റെ കാലുകൾ ഞാൻ ശുദ്ധിയാക്കുന്നു. കാലുകൾ രണ്ടും തണ്ടം കാൽ വരെ ശുദ്ധിയാക്കുക. 9. എല്ലാ അംഗങ്ങളും 3 പ്രാവശ്യം ശുദ്ധിയുള്ള വെള്ളത്തിൽ ശുദ്ധിയാക്കി വൃത്തിയുള്ള സ്ഥലത്ത് വഴിക്ക് വഴി ഇതുപോലെ ചെയ്യേണ്ടതാണ്. ശേഷം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നിന്റെ പിശാചുക്കളുടെ ശിക്ഷയിൽ നിന്ന് എന്റെ ഹൃദയത്തെയും എന്റെ നാവിനെയും എന്റെ വായയെയും എന്റെ കണ്ണിനെയും മൂക്കിനെയും ചെവികളെയും മുന്തുവാരവും പിന്തുവാരവും ശരീരാത്മാവിനെ ആസകരവും പിശാചുക്കളുടെ ശിക്ഷകളിൽ നിന്നും രക്ഷിക്കണമേ. നമസ്കാര രൂപം 1. അള്ളാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങാൻ വേണ്ടി നിന്റെ രാജകൊട്ടാര സിംഹാസനത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പടിഞ്ഞാറ് മുന്നിട്ട് നിന്റെ മുന്നിൽ ഞാനിതാ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട്, അള്ളാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് കൈ ഉയർത്തി മുൻതുവാരത്തിൽ ഇടത് കൈയിൽ മീതെ വലത് കൈ വയ്ക്കുക. ആ സമയം ഹൃദയത്തിൽ കരുതുക, എന്റെ കൈകൊണ്ടും മുൻതുവാരം കൊണ്ടും ഞാൻ ചെയ്ത പാപങ്ങൾ പുറത്തു തരണമേ. 2. അള്ളാഹുവേ, നീ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അള്ളാഹുവേ, നിന്റെ തിരുനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. ഏക ദൈവവും സൃഷ്ടികർത്താവായ അള്ളാഹുവേ, നീയല്ലാതെ ഒരു ഇലാഹുമില്ല. നീയാണ് സർവശക്തൻ, നിനക്കാണ് സർവസ്തുതിയും. അള്ളാഹുവേ, നീ അന്തസ്സുടയവനും ഔദാര്യവാനുമാണ്. അതുകൊണ്ട് ഇഹത്തിലും പരത്തിലും എനിക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. 3. ശേഷം കെട്ടിയ കൈ ഉയർത്തി, അള്ളാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് കുനിയുക. കൈ രണ്ടും കാൽമുട്ടിൽ വെക്കുക. ചൊല്ലുക, മഹാനായ അള്ളാഹുവേ, നിന്നെ സ്തുതിക്കുന്നതോടുകൂടി നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. 4. ശേഷം അള്ളാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു നിൽക്കുക. ആ സമയം കൈ ഉയർത്തി മലർത്തി പിടിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, എന്റെ എല്ലാ അവയവങ്ങളെയും ശരീരത്തെയും നിന്റെ മുൻപിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. നിന്നെ സ്തുതിച്ച് വണങ്ങുകയും ചെയ്യുന്നു. 5. ശേഷം അള്ളാഹുവേ, നീ ഏറ്റവും മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യുക. സുജൂദിൽ നെറ്റിയും മൂക്കും കൈയിന്റെ പള്ളകളും കാലിന്റെ മുട്ടും വിരലുകളും നിലത്ത് പതിക്കുക. ചൊല്ലുക, പരമ ഉന്നതനായ എന്റെ രക്ഷിതാവേ, നിന്നെ സ്തുതിക്കുന്നതോടുകൂടി നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. 6. ശേഷം അള്ളാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുക. ഇരിക്കുന്ന സമയം ഇടതുകാൽ നിലത്ത് പതിച്ച് വലതുകാൽ കുത്തി നിർത്തി ഇടതുകാലിൽ ഇരിക്കുക. ചൊല്ലുക, അള്ളാഹുവേ, എന്റെ പാപങ്ങൾ പൊറുക്കുകയും എന്റെ എല്ലാ കാര്യാദികളെ നീ സുഖമാക്കി തരികയും ചെയ്യണമേ. 7. ശേഷം സുജൂദ് ചെയ്യുക. ശേഷം ഇരിക്കുക. ശേഷം നിൽക്കുക. ക്രമം പോലെ എല്ലാ പ്രവൃത്തിക്കും ചെയ്യുക. 2ാം പ്രവൃത്തിയിലൂടെ കുനിഞ്ഞ് നിന്നുമുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം അള്ളാഹുവേ, നീ ഏറ്റവും വലിയ മഹാനാണെന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോവുക. ചൊല്ലുക, പരമ ഉന്നതനായ എന്റെ രക്ഷിതാവേ, നിന്നെ സ്തുതിക്കുന്നതോടുകൂടി നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. 9. ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, ഭൂമിയിൽ നൽകപ്പെട്ടതായ എല്ലാ ഗുണങ്ങളും സുഖങ്ങളും എനിക്ക് നൽകണമേ. അള്ളാഹുവേ, ഈ ഭൂമിയിലുള്ള എല്ലാവിധമായ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അള്ളാഹുവേ, ശിക്ഷകളിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നീയല്ലാതെ മറ്റൊരു ശക്തിയും സൃഷ്ടിയുമില്ല. അള്ളാഹുവേ, നീയാണ് ആരാധിക്കാൻ അർഹതപ്പെട്ടവൻ എന്ന് പറയുന്നതോടുകൂടി ചൂണ്ടുവിരൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് ചൂണ്ടുക. 10. അള്ളാഹുവേ, ജീവിതകാലത്തും മരണസമയത്തും പുനർജന്മ സ്ഥലത്തും വെച്ചുള്ളതായ എല്ലാവിധമായ ശിക്ഷകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ സുഖങ്ങൾ നിറഞ്ഞ സ്വർഗത്തിൽ കിടത്തിക്കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കണമേ. ശേഷം വലതുഭാഗത്തേക്ക് തലതിരിക്കുക. അള്ളാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങി നീ ശപിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. അള്ളാഹുവേ, നിന്നെ സ്തുതിച്ചു വണങ്ങുന്നു. ശേഷം ഇടത്തുഭാഗത്തേക്കും അതുപോലെ തന്നെ ചെയ്യുക. 11. അള്ളാഹുവേ, നീയാണ് ഏറ്റവും വലിയ മഹാൻ. നീയല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുക. നമസ്കാരത്തിന്റെ കൂടെ ആളുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ രക്ഷയും കരുണാനുഗ്രഹവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് പറയുക. 12. ശേഷം പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നീയാണ് പരിശുദ്ധൻ. നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹുവേ, നീയാണ് സർവശക്തൻ. നിനക്കാണ് സർവസ്തുതിയും. അള്ളാഹുവേ, നീയാണ് വലിയ മഹാൻ. നിന്നെ ഞാൻ ആരാധിക്കുന്നു. അള്ളാഹുവേ, നീയല്ലാതെ ഒരു ആരാധ്യനുമില്ല. നിന്നെ ഞാൻ അനുസരിക്കുന്നു. അള്ളാഹുവേ, നീയാണ് രക്ഷിക്കുന്നവൻ. എന്നെ നീ രക്ഷിക്കണമേ. അള്ളാഹുവേ, നിരവധി പാപദോഷങ്ങളും ദുഷ്പ്രവൃത്തികളും ചെയ്ത അടിയനിതാ നിന്റെ സന്നിധിയിലേക്ക് എന്റെ കൈകൾ നീട്ടിയിരിക്കുന്നു. നിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും നിന്റെ മാപ്പിനെ ആശിച്ചുകൊണ്ടും നിന്റെ കരുണയെ ഉദ്ദേശിച്ചുകൊണ്ടും നിന്റെ സുഖ സൗകര്യങ്ങൾ നിറഞ്ഞ സ്വർഗത്തിനെ ആശ്രയിച്ചുകൊണ്ടും എന്റെ കൈകൾ നീട്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. എന്റെ പാപങ്ങൾ പൊറുക്കുകയും എന്നെ സ്വർഗത്തിൽ കിടത്തി സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ.
മനുഷ്യരെ, അറിവില്ലാത്തവർ അറിവാദികളായി അറിവുകേട് പറയുകയും പ്രവർത്തിക്കുന്നതും കണ്ടും കേട്ടും അറിവുകേട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. യഥാർത്ഥ ആദി പിതാവായ ആദവും ആദിമാതാവായ ഹവ്വയും ആയ ആദി ദൂത പ്രവാചകന്മാരെല്ലാം മരണപ്പെട്ടുപോയി. അവരെ പോലെ അവരുടെ മക്കളിലും പേരമക്കളിലും പെട്ട 1,40,000 പ്രവാചകന്മാരും കോടിക്കണക്കിന് മഹർഷി വലിമാർകളും മരണപ്പെട്ടുപോയി. അവരെ പോലെ അവരുടെ മക്കളിലും പേരമക്കളിലും ദൂതപ്രവാചകന്മാരായി അഭിനയിച്ചവരെല്ലാം മരണപ്പെട്ടുപോയി. സർവത്ര ജാതിമത രാഷ്ട്രീയ ദൈവരാജാക്കളും ദൈവപുത്രന്മാരും ദൂതപ്രവാചകന്മാരും മരണപ്പെട്ടുപോയി. മരണപ്പെട്ടു പോകാത്തത് മനുഷ്യരിൽ ജാതിമത രാഷ്ട്രീയ നേതാക്കളും ദൈവങ്ങളും ദൈവപുത്രന്മാരും ദൂതപുത്രന്മാരും പുത്രികളും ദൂതപ്രവാചകന്മാരായും മറ്റും മരണപ്പെടാത്തത് ജീവനോടെ ആകാശത്തും ഭൂമിയിലും ഒന്നും ജീവിച്ചിരിക്കുന്നില്ല പഴയത്. മരണപ്പെടാതെ ജീവനോടെ പഴയ കാലത്തുള്ള മനുഷ്യർ ദൈവദൂത പ്രവാചകന്മാരായി ഭൂമിയിലും ആകാശത്തും ജീവിക്കുന്നുണ്ട് എന്ന് വല്ലവരും പറയുന്നുണ്ടെങ്കിൽ വിശ്വസിക്കേണ്ട. മദ്യവും മയക്കുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കഥകൾ പറയുകയാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. മരണപ്പെടാതെ ഇന്നും ജീവിച്ചുകൊണ്ട് ആകാശത്തും ഭൂമിയിലും ദൈവദൂത പ്രവാചകന്മാർ എന്ന് പറയുന്നവർ കളവുകൾ പറഞ്ഞ് മനുഷ്യരെ ചതിവഞ്ചന ചെയ്യുകയാണ്. ദുഷ്ടതയോടെ ചതിവഞ്ചന ചെയ്യാൻ വേണ്ടി നടക്കുന്നവരാണ് ഇത്രയും കഥകൾ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യരുടെ ശത്രുക്കളായ പിശാചുക്കളെ അല്ല, നബി യേശു ക്രിസ്തു, ശിവരാമനേശ്വര കൃഷ്ണൻ മറ്റു ദൈവദൂത പ്രവാചകന്മാരാക്കി സേവിച്ചാരാധിക്കുന്നത്. ഇത്തരക്കാരുടെ പേരിൽ വളരുന്ന പിശാചുക്കൾ ഭൂമി ലോകത്താകെ നിറഞ്ഞു. ജാതിമത കുഴപ്പങ്ങളും മാരകമായ ആയുധങ്ങളും മനുഷ്യരെ പല ജാതിമത ദൈവങ്ങളും ദൂതപ്രവാചകന്മാരുമാക്കി പിശാചുക്കളെ സേവിച്ച് ആരാധിക്കരുത്. മനുഷ്യരെ, പിശാചുക്കൾ മനുഷ്യരെ പല ജാതിമത കുഴപ്പങ്ങൾ ഉണ്ടാക്കിപ്പിച്ച് കുത്തും കൊലയും ചെയ്യിപ്പിച്ച് മനുഷ്യരക്തം കുടിച്ച് സന്തോഷിക്കുന്നവരാണ്. മനുഷ്യരെ, പിശാചുക്കളുടെ ഭരണം ഭൂമി ലോകത്ത് ഇതാ വരാൻ പോകുന്നു. മനുഷ്യരായ പിശാചുക്കൾ മനുഷ്യരെ അട്ടിപ്പിടിച്ച് പച്ചക്ക് തിന്നുന്ന കാലം ഇതാ വരാൻ പോകുന്നു. മനുഷ്യരെ, മദ്യവും മയക്കുമരുന്നുകളും മാരകമായ ആയുധങ്ങളും ഉപയോഗിക്കരുത്. ശുദ്ധജലവും ശുദ്ധവായുവും ശുദ്ധകാറ്റും ഭൂമിയിൽ ഇല്ലാതെയായി വിഷാംശങ്ങൾ നിറഞ്ഞ കാറ്റും വെള്ളവും മരുന്നും ആഹാരങ്ങളും നിറഞ്ഞു. മനുഷ്യർക്ക് പലവിധമായ കഷ്ടങ്ങളും മാരകമായ രോഗങ്ങളും നിറഞ്ഞു. പുതുതായി പല രോഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ, നിങ്ങളുടെ ശത്രുക്കളാണ് മദ്യവും മയക്കുമരുന്നുകളും പിശാചുക്കളും പല മത രൂപാരാധനകളും. പല രൂപാരാധനകളും ദുരാചാര പ്രവർത്തനങ്ങളും നിങ്ങൾ തീരെ ഒഴിവാക്കണേ. ആദിദൂത പ്രവാചകന്മാരുടെ സത്യ ഉപദേശ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് സത്യവിശ്വാസികളായി ജീവിക്കണേ. നെഞ്ചുറപ്പുണ്ടോ ഈ സത്യത്തിന്റെ മുന്നിൽ നിൽക്കാനും സത്യം പറയാനും പ്രവർത്തിക്കാനും? ഇവിടെ ജാതിമത രാഷ്ട്രീയ വിപ്ലവം, അനീതി, അനാചാര അക്രമങ്ങളും ഹരിജൻ ഗിരിജൻ എന്ന വേർതിരിവുകളും ഇല്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദേവൻ. അവനാണ് ദേവലോക ദേവനായ അള്ളാഹു. ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെയാണ് സത്യമതം, ഇത് തന്നെയാണ് ഹക്കീക്കത്തുൽ ഇസ്ലാം. ഇവിടെ തന്നെയാണ് ശാന്തിയും സമാധാനവും. ഈ സത്യത്തിന്റെ മുന്നിൽ ധൈര്യധീരത നെഞ്ചുറപ്പോടെ നിന്ന് സത്യം പറയുകയും പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യുക. ഇതാണ് നല്ലവരായ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. ഇതാണ് നല്ലവരായ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. ഇതാണ് നല്ലവരായ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യേണ്ടത്. ചിന്തിക്കുക. മനുഷ്യരെ, മരണം എപ്പോഴും ഉള്ളതാണ്. എവിടെ വെച്ചും എപ്പോഴും എങ്ങനെയും മരണം സംഭവിക്കുന്നതാണ്. മരണശേഷം ശരീരത്തെ ഭൂമിയിൽ വെച്ചും ആത്മാവിനെ ആകാശത്തു വെച്ചും ശിക്ഷിക്കുന്നതാണ്. എങ്ങനെയെല്ലാം ശിക്ഷിക്കും? അതികഠിനമായ എല്ലാ വിധത്തിലും ശിക്ഷിക്കും. ചെന്നാൽ ഉടൻ ആദ്യമായി അള്ളാഹു ചോദിക്കുന്നത്, നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? നിനക്ക് നീ ഇവിടെ നിന്നും പല കാര്യങ്ങളും പറഞ്ഞു പോയതാണല്ലോ. നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? എനിക്ക് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? നിനക്ക് ജീവിക്കാൻ വേണ്ടി നീ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? അള്ളാഹു പറയുന്നു, ഞാൻ നിനക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു തന്നില്ലേ? നീ എത്ര സന്തോഷത്തിൽ സുഖമായി ജീവിച്ചു. നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് സുഖമായി സന്തോഷത്തോടെ ജീവിച്ചില്ലേ? അതിനുവേണ്ടി നീ എനിക്ക് എന്തു ഗുണമാണ് ചെയ്തത്? ശിക്ഷയോടുകൂടി അള്ളാഹു ചോദിക്കുന്നു. ഏതുപോലെയാണ് ആ ചോദ്യം? അതികഠിനമായി, ഇടി പൊട്ടുന്നതിനേക്കാൾ 100 ഇരട്ടി ശബ്ദത്തിൽ, ഇടിവാൾ മിന്നുന്നതിനേക്കാൾ 100 ഇരട്ടി മിന്നലും കറന്റും ആസിഡും കൂടി ശരീരത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഉള്ള സഞ്ചാരത്തേക്കാൾ
100 സഞ്ചാരവും എരിച്ചിലും പുകച്ചിലും നീറ്റലും എരിപ്പൊരി സഞ്ചാരവും ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ ചോദ്യത്തിനും ഇടിപൊട്ടുന്ന ശബ്ദവും പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള മിന്നലും ശരീരത്തിലേക്ക് പിടിക്കുന്നതാണ്. സഞ്ചാരമടിച്ച് നിലവിളിക്കുന്നതുമാണ്. ഈ ചോദ്യം ഇത്രയും ശബ്ദത്തിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നിനക്ക് ചെയ്തു തന്ന ഗുണത്തിന് നീ എനിക്ക് എന്ത് ഗുണമാണ് ചെയ്തു തന്നത്? ഈ ചോദ്യം അതികഠിനമായ ശിക്ഷയോട് കൂടിക്കൊണ്ടാണ് കെണിയന്മാരെയും നുണയന്മാരെയും ചതിയന്മാരെയും വഞ്ചകനെയും കൂട്ടിക്കൊടുക്കുന്നവനെയും കാട്ടിക്കൊടുക്കുന്നവനെയും മസ്താക്കുന്നവരോടും മസ്താക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നവരോടും കള്ളക്കച്ചവടക്കാരോടും കള്ളന്മാരോടും കൊള്ളക്കാരോടും അക്രമക്കാരോടും പരാക്രമികളോടും സിഹർ മാരണങ്ങൾ ചെയ്യുന്നവരോടും വ്യഭിചാരികളോടും അതിന് സഹായിക്കുന്നവരോടും ചൂതുകളിക്കാരോടും കളിയും തമാശയും പറഞ്ഞു നടക്കുന്നവരോടും കൂത്താടിക്കൊണ്ട് നടക്കുന്നവരോടും അത് കണ്ട് രസിക്കുന്നവരോടും നാടുവാഴികളോടും ശിപ്പായികളോടും നേതാക്കന്മാരോടും മറ്റുള്ള എല്ലാവരോടും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തിലും എല്ലാ വിധത്തിലും അതികഠിനമായ ശബ്ദത്തിലും ദേഷ്യത്തിലും എല്ലാ കുപ്പകളും കാഷ്ടങ്ങളും കൂടിക്കിടക്കുന്ന അളിഞ്ഞു പഴുത്തുനാറിയ വാസനയേക്കാൾ 100 ഇരട്ടി ദുർഗന്ധത്തോടുകൂടിയും അതികഠിനമായ ശിക്ഷയോടുകൂടിയുമാണ് ഈ ചോദ്യങ്ങൾ. ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള ഓർമ്മ മനുഷ്യരിൽ സർവത്ര മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും മറ്റും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. വെറും ചോദ്യമല്ല, അതികഠിനമായ ശിക്ഷയോട് കൂടിയിട്ടുള്ളതാണ്. അള്ളാഹു എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിസ്സാരവും രക്ഷിക്കുന്നവനും അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാണ്. ഈ ഭൂമിയിൽ എന്തു തന്നെ ഉണ്ടാക്കിയിട്ടും അതുകൊണ്ട് യാതൊരു പ്രതിഫലവും കിട്ടുന്നതല്ല. ഈ ഭൂമിയിൽ തന്നെ അതികഠിനമായ ശിക്ഷകൾ നിറഞ്ഞു കിടക്കുന്നു. ഓരോ മനുഷ്യരുടെയും കൂടെ 100 കണക്കിന് പിശാചുക്കൾ ചുറ്റിക്കൊണ്ട് നടക്കുന്നു. മനുഷ്യർ കാണുന്നില്ല. അതുകൊണ്ട് മനുഷ്യർക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നു. 1000കണക്കിന് മനുഷ്യരുടെ രക്തം ഒരു മിനിറ്റ് കൊണ്ട് ശരീരത്തിൽ നിന്ന് സൂചി കൊണ്ട് കുത്തിയെടുക്കുന്നത് പോലെ ഉറിഞ്ചിയെടുക്കാൻ കഴിവുള്ളതായ ദജ്ജാൽ എന്ന് പറയുന്ന കൊടിയ കൊടും പിശാച് വരാനായിരിക്കുന്നു. അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും മറ്റുള്ള പിശാചുക്കളുടെ ശിക്ഷയിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയും അള്ളാഹുവിന്റെ അനുഗ്രഹം ആശിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം സ്തുതിച്ച് ആരാധിക്കുക. വലി പറയുന്നു, മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഹു അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന സ്തുതിയെ എപ്പോഴും ജ്ഞാനിക്കുക. സംസാരത്തിൽ വായ കൊണ്ട് അള്ളാഹുവേ, നീയാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, നിന്നെയാണ് സ്തുതിക്കേണ്ടത്. അള്ളാഹുവേ, നിന്നെ സ്തുതിക്കുന്നു, വണങ്ങുന്നു, നിനക്ക് നന്ദിയും പറയുന്നു. അള്ളാഹുവേ, നിനക്കാണ് എല്ലാ സ്തോത്രങ്ങൾ നിറഞ്ഞ സ്തുതികളും ഇന്നും എന്നും എന്നേക്കും. അള്ളാഹുവേ, നീയാണ് രക്ഷിക്കുന്നവൻ, ഇഹലോകത്തും പരലോകത്തും എന്നെ രക്ഷിക്കണമേ. അള്ളാഹുവേ, നീയാണ് സുഖമായി ജീവിപ്പിക്കുന്നവൻ, ഇഹലോകത്തും പരലോകത്തും എന്നെ സുഖമായി ജീവിപ്പിക്കണേ. ഈ സ്തുതി പ്രാർത്ഥന എപ്പോഴും എല്ലാ സമയത്തും എല്ലാ സ്ഥലത്തും ചൊല്ലുക. ഇതാണ് നമസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ നമസ്കാരം. ഇതിനെ നിഷേധിക്കുന്നവൻ മനുഷ്യരുടെ ശത്രുവായ കൊടിയ പിശാചാണ്. ഇതാണ് സത്യം. ഈ സത്യത്തിന്റെ മുന്നിൽ അണിനിരക്കാനും സത്യം പ്രവർത്തിച്ച് കാണിക്കാനും സത്യം പറയാനും നെഞ്ചുറപ്പുള്ളവരുണ്ടോ? നെഞ്ചുറപ്പും ധൈര്യവും ഉള്ളവരുണ്ടെങ്കിൽ ഈ സത്യത്തിന്റെ മുന്നിൽ നിന്ന്